നല്ല ക്രിസ്പി ആയിട്ടും അതേപോലെ നല്ല ടേസ്റ്റോടും കൂടിയുള്ള ചിക്കൻ കട്ട്ലറ്റിൻ്റെ റെസിപ്പിയാണെന്ന് ഇവിടെ കാണിക്കുന്നത്. കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ ആദ്യം തന്നെ ചിക്കന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ പാൻ വെച്ച് കൊടുത്തിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ഉള്ളിയുടെ പകുതിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഉള്ളിയുടെ പകുതി തന്നെ മതി. ഇനി അതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് മുളകും പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തുള്ളത്. 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിനൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇതിനെ വേവിച്ചെടുക്കുന്നത്. സാധാരണയായിട്ട് നമ്മൾ എങ്ങനെയാണോ ചിക്കൻ വേവിച്ചെടുക്കുന്നത് അതേപോലെ തന്നെ വേവിച്ചെടുക്കുന്നത്. ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. കാരണം കറിയായിട്ടോ ഗ്രേവി ആയിട്ടോ അല്ല നമ്മൾ ഇത് എടുക്കുന്നത്. നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ട് എടുത്തിട്ടാണത് കട്ട്ലറ്റിൽ ചേർക്കുന്നത്. അപ്പോഴാണ് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് വരുന്നത്. പിന്നെ വേറൊരു രീതിക്ക് ആൾക്കാർ ചെയ്യുന്നത് ചുമ്മാ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ട് വേവിച്ചെടുത്തിട്ട് അങ്ങനെയും ചേർക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഞാനൊരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലും ടേസ്റ്റ് വരുന്നത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് വരുന്നത്. ഒരു തക്കാളിയുടെ പകുതിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഇത്രയും വെള്ളം മതി. ഇനി ചെറുതീയിൽ വെച്ചിട്ട് നന്നായിട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വെന്ത് വരും. ഇപ്പോൾ ചിക്കനെല്ലാം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കട്ട്ലറ്റ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഇപ്പോൾ മസാല എല്ലാം നന്നായിട്ട് ചിക്കൻ്റെ മേലെ പിടിച്ചിട്ടുണ്ട്. ഇനി 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ഞാൻ വേവിച്ചിട്ട് കുക്കറിലിട്ട് വേവിച്ചിട്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/2 കിലോ ചിക്കനാണ്. അതുകൊണ്ട് തന്നെ 3 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറിയ ഉരുളക്കിഴങ്ങാണെങ്കിൽ നിങ്ങൾ അത് അളവ് കൂട്ടി കൊടുക്കേണ്ടി വരും. അപ്പോൾ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഉള്ളിയെല്ലാം വഴറ്റിയെടുക്കണം. ഞാനിവിടെ ഒരു 1.5 ഉള്ളി വഴറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഉരുളക്കിഴങ്ങ് ഉടച്ചെടുത്തതിൽ ഇട്ട് കൊടുക്കാനായിട്ടുള്ളതാണത്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിനൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി കുറച്ച് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം. വഴറ്റിയതിൻ്റെ ശേഷം ഇത് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഒന്ന് ചൂടാറാനായിട്ട് വെക്കണം. ചൂടാറിയതിൻ്റെ ശേഷമാണ് ഇത് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് ഉടച്ച് വെച്ചതിൻ്റെ മുകളിലായിട്ട് ഞാനിവിടെ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്യാമറ ഓൺ ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ ഞാനിവിടെ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് നന്നായിട്ട് അതിൻ്റെ ഗ്രേവി എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അതിനെ ചിക്കനെല്ലാം കൂടി എടുത്തിട്ടാണ് ഇതിൽ ചെറുതാക്കിയിട്ട് മുറിച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇങ്ങനെ വേണ്ടെങ്കിൽ അത് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അല്ലെങ്കിൽ നന്നായിട്ട് പൊടിയാക്കിയിട്ടോ എങ്ങനെ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ചിക്കൻ ഇങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോഴാണ് നമ്മൾ കഴിക്കുമ്പോൾ അതിൽ ചിക്കൻ്റെ പീസെല്ലാം കാണുള്ളൂ, അല്ലെങ്കിൽ ചിക്കൻ്റെ പീസൊന്നും കാണില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഉള്ളിയുടെ ഗ്രേവിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യണം, എങ്കിൽ ഇതെല്ലാം കൂടി മിക്സായിട്ട് വരുള്ളൂ. അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് വേറെ ചിക്കൻ വേറെ ഒക്കെ ആയിട്ടിരിക്കും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ചിക്കൻ്റെ പീസൊക്കെ ചെറിയ രീതിക്ക് കാണുന്നുണ്ട്. ആ ഒരു പരുവത്തിനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിനാണ് എടുക്കേണ്ടത്. ലൂസായി പോവാതെ നോക്കണം. ലൂസായി കഴിഞ്ഞാൽ ഉരുട്ടി എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതേപോലെ ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കുമ്പോൾ ഓയിൽ വളരെ കുറച്ചേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ. ഓയിലിൻ്റെ അളവ് കൂടുമ്പോൾ ഇത് നമ്മൾ മിക്സ് ചെയ്ത് വരുമ്പോൾ കുറച്ച് ലൂസാവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇതിനെ ഉരുട്ടിയെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കിതിനെ ചെയ്തെടുക്കാം. വലുത് വേണമെങ്കിൽ അങ്ങനെ, ചെറുത് വേണമെങ്കിൽ അങ്ങനെ, എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഇനി മുട്ടയുടെ വെള്ളയിലാണിത് മുക്കിയിട്ട് എടുക്കുന്നത്. എന്നിട്ട് ബ്രെഡ് പൊടിയിൽ ഇട്ട് കൊടുക്കുന്നത്. ബ്രെഡ് പൊടി നന്നായിട്ട് എല്ലാ വശത്തും ആവണ വിധത്തിൽ വേണം ചെയ്തെടുക്കാനായിട്ട്. ബ്രെഡ് പൊടി അല്ലെങ്കിൽ റസ്കിൻ്റെ പൊടി ആയാലും കുഴപ്പമൊന്നുമില്ല. ഇത് മുഴുവൻ ഞാനിപ്പോൾ റെഡിയാക്കുന്നില്ല. ഇതിൻ്റെ ഒരു പകുതിയാണ് ഞാനിപ്പോൾ എടുത്തിട്ട് റെഡിയാക്കുന്നുള്ളൂ. പകുതി എടുത്തിട്ട് ഞാനിവിടെ ഉരുട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ വറുത്തെടുക്കാം. വറുത്തെടുക്കാനായിട്ട് ഞാനിവിടെ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരണം. ചൂടായി വന്നതിന് ശേഷം ഓരോന്നോരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ടാണ് മൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇട്ട് കൊടുത്ത പാടന്നെ ഇതിനെ തിരിച്ചിട്ട് കൊടുക്കരുത്. അങ്ങനെയാണെങ്കിൽ ഇത് പൊട്ടിപ്പോവാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അടിഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വരട്ടെ, എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ
മൊരിച്ചെടുക്കാം. ചിക്കന് വെറും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിച്ച് ഉണ്ടാക്കി എടുക്കണമായിരിക്കും നല്ലത്. ഈ രീതിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് വരുന്നത്. അതേപോലെ മുട്ടയുടെ വെള്ളയിലാണ് ഞാനിത് റെഡിയാക്കി എടുത്തത്. അപ്പോൾ മുട്ടയുടെ വെള്ളയും മഞ്ഞും കൂടി മിക്സ് ചെയ്തിട്ട് ചിലരുണ്ടാക്കണ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാക്കി വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ ട്രിപ്പൊക്കെ എണ്ണയിൽ കുഴപ്പമില്ലാതെ പോകും. രണ്ടാമത്തെ ട്രിപ്പ് നമ്മൾ എണ്ണയിൽ ഇടുമ്പോൾ ഇതങ്ങ് പതഞ്ഞങ്ങ് വരും. അപ്പോൾ കട്ട്ലറ്റൊന്നും കാണാത്ത വിധത്തിൽ പതഞ്ഞ് വന്നിട്ടാണ് നിൽക്കുക. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് വറുത്തെടുക്കുമ്പോൾ. അപ്പോൾ മുട്ടയുടെ വെള്ളയിൽ തന്നെ ഉണ്ടാക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ ഈ രീതിക്ക് ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് മസ്റ്റ് ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അതേപോലെ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ചെയ്തേക്കണേ.